ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം? ജൻസി പിള്ളേരുടെ കാലത്ത് സക്രിയയുടെ റോൾ എന്താണ്? സക്രിയെ കൊണ്ട് ആക്ച്വലി നത്തിങ് മച്ച് റിയലി സ്പീക്കിംഗ്. സത്യം പറയണം, യേശുക്രിസ്തു ആണോ മാർക്സ് ആണോ സംഘടിക്കണം? രണ്ട് കൊള്ളാവുന്ന മനുഷ്യരാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൂമി പരന്ന ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്നും ആകാശം അതിന് മുകളിൽ ഒരു തട്ടുംപുറമാണെന്നും അതിന്റെ മുകളിൽ ദൈവവും മാലാഖമാരും പരന്നു കിടക്കുന്നുണ്ട് എന്നും വിശ്വസിച്ച ആളായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ യേശുവിനെ വായിക്കാൻ. മലയാളി എവിടെയോ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടു പോയി. പണ്ട് നമ്മളിതിങ്ങനെ ചീട്ടുമലത്ത് പോലെ UDF LDF നമ്മളിങ്ങനെ ചീട്ടുമലത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ആ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കുന്നതായിരിക്കും കേരളത്തിന്റെ ഭാവിക്ക് നല്ലത് എന്ന് വെച്ചുകൊണ്ട് ഇവരാരും കേരളത്തിന്റെ ഭാവി നന്നാക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. കാരണം എഴുതാൻ പോയിറ്റ്നെസ് തേടിയാണ് ഞങ്ങൾ ഈ ഹരിദ്വാറിൽ പോകുന്നത്. പിന്നെ ഈ ഗംഗ ഇറങ്ങി കുളിക്കുക. അപ്പൊ ഇവിടെ ഇടയ്ക്ക് ശവം ഒഴുകി വരും, അത് വരും, അതൊക്കെ തട്ടിക്കളച്ചിട്ട് കുളിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ. പക്ഷെ ഞങ്ങളുടെ ഭാഷ സജീവമാണ്. സത്യം പറയണം, യേശുക്രിസ്തു ആണോ മാർക്സ് ആണോ സംഘടിക്കണം? രണ്ടുപേരും ഹീറോസാണ് വാസ്തവത്തിൽ. രണ്ട് കൊള്ളാവുന്ന മനുഷ്യരാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു ഒരു പ്രത്യേകതരം വിപ്ലവം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. മാർക്സ് വേറൊരു തരം വിപ്ലവം നടത്താൻ ശ്രമിച്ച് പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു. രണ്ടുപേരും പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇവര് ഫെയിൽഡ് ഹീറോസ്. പക്ഷെ രണ്ടുപേരും യേശു ഒരു ഹ്യൂമനിസത്തിന്റെ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നതിൽ വിജയിച്ചു. മാർക്സ് അതുപോലെ തന്നെ ഒരു ഹ്യൂമനിസ്റ്റ് സന്ദേശം പാവപ്പെട്ടവർക്ക് വേണ്ടി, യേശു പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിന്നത്, മാർക്സും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിന്നത്. രണ്ടുപേരും മോസ്റ്റ് സക്സീഡഡ് ഇൻ പ്രൊവൈഡിങ് രണ്ടുപേരും സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ ക്രിസ്തുമതം ഒരു വശത്തും കമ്മ്യൂണിസം മാർക്സ് സ്ഥാപിച്ചില്ല. ആ പ്രസ്ഥാനവും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുകളിലേക്ക് നയിച്ചു. ഇതാണ് ഈ രണ്ടുപേരുടെ വിധി. സക്രിയയുടെ കഥകളിൽ വരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ക്രിസ്തീയമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു കേരളം, ഇന്നത്തെ ഒരു കേരളം തമ്മിലുള്ളൊരു വ്യത്യാസം ഇല്ല. എന്റെ കേരളത്തിൽ ക്രിസ്തീയ പശ്ചാത്തലമൊന്നുമില്ല. ഞാനിവിടെ ഇവിടുത്തെ സാധാരണ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി കേരളത്തിൽ ജനിച്ചു പോകുന്നത്. ഇന്നായാലും ക്രിസ്ത്യാനിയായി ഇന്നാണ് ഇവിടെ കേരളം ഉണ്ടായത്. ഞങ്ങളൊന്നും ഒരിക്കലും ആരാണ് ക്രിസ്ത്യാനി ആരാണ് എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോ മോശമൊന്നും കേട്ടോ. അത് ഓരോ കൂട്ടുകാരുടെ കാര്യത്തിലൊന്നും നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ല. ഇന്നതെല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇന്നത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത്, ഉരുളികം എന്ന് പറയുന്ന ഗ്രാമം എൻ്റെ നഷ്ടപ്പെട്ടു പോയി. ഇനി അതിനെപ്പറ്റി നോസ്റ്റാൾജിയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു കിടക്കാവുന്നല്ലാതെ ദീസ് ആർ ചേഞ്ചസ്. യു മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് എഡ്യൂക്കേഷൻ, യു മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് എന്ന് കേരളത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി കഴിച്ചാൽ ഉടനെ പിള്ളേർ സ്ഥലം വിടുകയല്ലേ. എല്ലാവരും കെട്ടുകെട്ടായിട്ട് UK പോവുക. സോ ദിസ് ഈസ് ആൻ ഇൻഎവിറ്റബിലിറ്റി. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ വർഗീയത വർദ്ധിച്ചു. ഞാൻ ജീവിച്ച കാലത്ത് വർഗീയത ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു പ്രത്യാശയുടെ പ്രസ്ഥാനമായിരുന്നു. ഇന്നത് തകർന്നു. ഇന്നതൊരു മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഒരു അഴിമതിയും അന്ധകാരവും നിറഞ്ഞൊരു പ്രസ്ഥാനമായിട്ട് മാറി. ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ. അപ്പം ഓൾ ഓവർ മാധ്യമങ്ങൾ, ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത്, വളർന്നു വരുന്ന കാലത്ത് മാധ്യമങ്ങൾ ഒരു 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 പ്രത്യേക മൂല്യവ്യവസ്ഥ, ഒരു മാനവികവും പുരോഗമനാത്മകവുമായ ഒരു മൂല്യവ്യവസ്ഥ നിലനിർത്തിയിരുന്നു. അതിന്ന് ആൾദൈവങ്ങളെ വളർത്തുക, രാഷ്ട്രീയ പ്രമാണികളെ വളർത്തുക, ഇങ്ങനെയുള്ള തൊഴിലുകളിലേക്ക് അവർ മാറി. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കേറി ചേർന്നാണ് കേരളം ഇന്ന് അത് വന്നെത്തിയിരിക്കുന്ന ഒരു ഇരുട്ടറയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തെ പറ്റി പറഞ്ഞ അതിന്റെ ഭാഗമായിട്ട് ഈ ഇടതുപക്ഷം മൂന്നാമതും ഭരണത്തിൽ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു കുറെ പേര്. പക്ഷെ ഇന്നലെ ഇവിടെ ഒരു ഇടതുപക്ഷ നേതാവ് വന്നപ്പോൾ ഞങ്ങളത് ചോദിച്ചു, പറഞ്ഞു അപ്പൊ വന്നില്ലെങ്കിൽ നല്ലതായിരിക്കും. ഇതൊരു ഡൈക്കോട്ടമി അല്ലേ നമ്മളെ മലയാളികളെ സംബന്ധിച്ച്? ഒന്നെങ്കിൽ പിശാച് അല്ലെങ്കിൽ അവസ്ഥയാണോ? അത് ആ അവസ്ഥ ഒരു പക്ഷെ ഇപ്പം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മളിതിങ്ങനെ ചീട്ടുമലത്ത് പോലെ UDF LDF നമ്മളിങ്ങനെ ചീട്ടുമലത്തിക്കൊണ്ടിരുന്നു. ഇന്നിപ്പം മൂന്നാമതൊരു റൈറ്റ് വിങ് പാർട്ടിയും കൂടെ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയല്ലേ നല്ലത്, അല്ലെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ആ റൈറ്റ് വിങ് പാർട്ടിയെ വിജയിപ്പിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത് ബേസിക്കലി. കാരണം അത് നമ്മൾ ഇതുവരെ കേരള ചരിത്രം ആരംഭിച്ചതിന് ശേഷം നമ്മൾ തുടർന്ന് പോന്നിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു അടുപ്പുകല്ലേൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഈ ഒരു അടുപ്പുകല്ലേൽ ഉണ്ടാക്കി വെച്ച കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും പ്രത്യേകിച്ച് സാമൂഹിക വ്യവസ്ഥയും സാംസ്കാരിക വ്യവസ്ഥയ്ക്കും ഡയറക്റ്റ് ആയിട്ടൊരു ഭീഷണിയായ ഒരു 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 മനഃശാസ്ത്രമാണ് നമ്മൾ ഈ പറയുന്ന പാർട്ടിയുടേത്. അപ്പം ആ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കുന്നതായിരിക്കും കേരളത്തിന്റെ ഭാവിക്ക് നല്ലത് എന്ന് വെച്ചുകൊണ്ട് ഇവരാരും കേരളത്തിന്റെ ഭാവി നന്നാക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. ഈ നേരത്തെ ചോദിച്ചതിനുള്ള ഇത് കൂടിയാണ്, അതായത് പുതിയ കാലത്ത് പുതിയ നെറേറ്റീവ്സ് ഉണ്ടാവുന്നു, പുതിയ റീഡിങ്ങുകൾ വരുന്നു. ചുള്ളിക്കാട് എനിക്ക് പറഞ്ഞിട്ട് മമ്മൂട്ടി ചുള്ളിക്കാടിനോട് പറഞ്ഞാൽ പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ ഓണത്തിനും വിഷുവിനും വന്നിട്ടുണ്ടെങ്കിൽ സൗഹൃദം, ഇന്ന് വന്നാൽ അത് മതമൈത്രി. ആ രീതിയിൽ ലിറ്ററേച്ചർ ആ രീതിയിൽ പഴയ കാലത്ത് ലിറ്ററേച്ചർ പുതിയ കാലത്ത് വായിക്കപ്പെടുമ്പോൾ അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചെല്ലുന്ന നോക്കുക, അതിലെ ഹ്യൂമറിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുക, അതിലെ ജെൻഡർ സ്റ്റഡീസ്, അതിലൊരു വലിയൊരു ശരിയുണ്ട്. പക്ഷെ എന്നാലും ആ രീതിയിൽ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതിനെ കൂടെ എന്താണ് അഭിപ്രായം? ആ ഡീകൺസ്ട്രക്ഷൻ നടന്നുകൊള്ളട്ടെ. പക്ഷെ അത് കാലത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ എഴുതുമ്പോൾ അദ്ദേഹത്തിന് 2022 അവസ്ഥ വെച്ചുകൊണ്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം 1899 1900 അവസ്ഥ വെച്ചുകൊണ്ടാണ് എഴുതിയത്. അപ്പൊ അത് ഡീകൺസ്ട്രക്ട് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ കാലത്തിന്റെ സന്തതിയായിരുന്നു എന്നുള്ളത് മറക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള അക്കാഡമിക് സ്റ്റഡീസ് ഷുഡ് ബി ദെയർ. അപ്പം ഇപ്പം മാർത്താണ്ഡവർമ്മയിലോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഉള്ള ഇപ്പം സ്ത്രീ വിരുദ്ധ മാർത്താണ്ഡവർമ്മയിൽ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ സംഭവമൊന്നും ഇല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നിലയിൽ ഒരു സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീയെ താഴ്ത്തി കെട്ടുന്ന ഒരു ഇത് കണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ അക്കൗണ്ടിൽ വേണം ചേർക്കാൻ. അല്ലാതെ നമ്മൾ ഇന്നത്തെ ഫെമിനിസത്തിന്റെ അക്കൗണ്ടിൽ ആയിട്ട് തട്ടിച്ചു നോക്കിയാൽ അത് നടക്കില്ല. കാരണം അത് ഇല്ല. ഫെമിനിസം ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ പോലും സ്ത്രീകൾക്ക് വോട്ട് കിട്ടുന്ന 1920 മറ്റോ ഏതോ സംതിങ് അതുപോലെ എന്തോ ഒരു കാലഘട്ടത്തിലാണ്. ഇതൊക്കെ വളരെ പിന്നീട് വന്ന കാലഘട്ടം. അപ്പം അതുകൊണ്ട് ഈ തരത്തിലുള്ള പഠനങ്ങൾ നടക്കണമെന്നുള്ളതിന് പക്ഷേ അത് കുറച്ചൊരു ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. കാലഘട്ടം കണ്ടും ആ കാലത്ത് എന്തായിരുന്നു. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കാര്യം ഞാൻ നാളെ യേശുവിനെ പറ്റി ഇംഗ്ലണ്ടിലുള്ള ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഈ ചില വേദപാഠം പഠിപ്പിക്കലൊക്കെ ഉണ്ട്. അവിടുത്തെ 8ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ഈ പിള്ളേർക്ക് വേണ്ടി എഴുതിയ ഒരു ബൈബിളിന്റെ സിംപ്ലിഫൈഡ് എഡിഷനിൽ അവർ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ആദ്യത്തെ സെന്റൻസാണ് യേശു എന്നാണ് പറയുന്ന മനുഷ്യൻ ഭൂമി പരന്ന ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്നും ആകാശം അതിന് മുകളിൽ ഒരു തട്ടുമ്പുറമാണെന്നും അതിന്റെ മുകളിൽ ദൈവവും മാലാഖമാരും പരന്ന് കിടക്കുന്നുണ്ട് എന്നും വിശ്വസിച്ച ആളായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ യേശുവിനെ വായിക്കാനുണ്ടാവും. ഇതാണ് ദിസ് ഈസ് ദ തിങ്. അത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്നതിന്റെ പിടിവിട്ടു. മലയാളി സമൂഹം പലപ്പോഴും ഇടത്തിൽ വരുന്നു. ഇപ്പൊ അതില് മനോരമയില് ഒരു കോളം മലയാളി സമൂഹത്തിന്റെ പല ഭാഗങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട്. എഴുത്തിൽ എപ്പോഴും അങ്ങനെ പുതിയ കാലത്തെ പറ്റി എപ്പോഴും എഴുതുന്ന ആൾ നൽകി ഈ എനിക്ക് തോന്നുന്നു ഒരു 70 തൊട്ട് 80 തൊട്ട് സിനിസിസം അത് ഈ ലിറ്ററേച്ചറിലും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സിനിസിസം, അധികാരത്തിനോട് ഒരു സംശയം. അത് ഒരു പക്ഷേ ഒരുപാട് പ്രോമിസുമായിട്ട് വന്ന ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എല്ലാം തകർന്നടിഞ്ഞതിന്റെ ഒരു നിരാശയായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറെ കൂടി അതിനൊക്കെ മാറ്റി അത് മലയാളികൾ ഇപ്പം മോദി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, പിണറായി വിജയൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. മലയാളികൾ വളരെ ബേസിക് ആയിട്ടുള്ള സിനിസിസം മാറുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അതല്ല, മലയാളി ഹാസ് ബീൻ ബ്രെയിൻ വാഷ്ഡ്. മലയാളി കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് മലയാളി എവിടെയോ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടു പോയി. മലയാളി 1957 ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ട് മുന്നവനാണ്. ആ സ്വപ്നങ്ങളൊക്കെ വിമോചന സമരത്തോടുകൂടി തകർന്നു. അതായത് ഇവൻ സ്വപ്നം കണ്ട ഡെമോക്രസിയൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരാൾ നോക്കിയാൽ എടുത്ത് താഴെയിട്ട് ചവിട്ടാമെന്ന് അവന് മനസ്സിലായി. അതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയം ഒരിക്കലും ശരിയായിട്ടില്ല. അപ്പം ഇതനുസരിച്ച് അവിടെ മലയാളിയുടെ ഏതോ ഒരു സന്തുലിത തെറ്റിപ്പോയിട്ടുണ്ട്. അതിനുശേഷം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ആണ് ആ ഒരു
എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവിശ്വസനീയമായ ഒരു ഷിഫ്റ്റ് വന്ന്, അതായത് രാഷ്ട്രീയക്കാരൻ മേലാളനും പൗരൻ കീഴാളനും എന്നുള്ള ഷിഫ്റ്റ് വരുത്തി തീർക്കാൻ പറ്റി. ഈ നമ്മൾ വോട്ട് ചെയ്ത് അധികാരം കൊടുത്ത് ശമ്പളം കൊടുത്ത് ഇരുത്തുന്നവൻ നമ്മളുടെ മേലാളനും നമ്മൾ എന്ന് ഇത് എവിടെയോ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. ഇതാണ് ഈ ഇക്വേഷൻ. രാഷ്ട്രീയക്കാരനാണ് വലിയവൻ, ലാർജർ ദാൻ ലൈഫ് എന്ന് ഇവന്റെ ഫോട്ടോ ഇട്ടും ഇവനെ പറ്റിയുള്ള 8 വാർത്ത പ്രചരിപ്പിച്ചും ഇവനിത് സൃഷ്ടിച്ചു. ഇത് ചെയ്തത് മാധ്യമങ്ങൾ അവരുടെ വിറ്റഴിക്കലിന് വേണ്ടിയാണ്. മലയാളിയുടെ ഒരു സ്വബോധമുള്ള മലയാളികളുടെ ആ സ്വബോധം ഇവര് ഡിസ്റ്റോർട്ട് ചെയ്യുക ഈ ന്യൂസ് മേക്കിങ്ങിലൂടെ. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു അധികാരത്തെ വണങ്ങുകയും ഇന്ന ഏറ്റവും ഭീകരനായ ഒരു അധികാരി വന്നാലും അയാൾ ചിലതൊക്കെ നല്ലത് ചെയ്തിട്ടില്ലേ എന്നൊക്കെയുള്ള വർത്തമാനം വരികയും വി ഹാവ് ബിക്കം പൊളിറ്റിക്കലി ഷണ്ടന്മാരായി തീർന്നു. പൊളിറ്റിക്കലി വി ആർ ദാറ്റ്. ഷണ്ടന്റെ ഇംഗ്ലീഷ് വാക്ക് ഞാൻ മറന്നുപോയി. പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് വി ആർ ദാറ്റ്. ഇടക്കാലത്ത് ദൂരദർശൻ സീരിയലിന് വേണ്ടിയിട്ട് എഴുതാൻ എടുത്തതും ആ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹരിദ്വാറിലാണോ? ഞങ്ങൾ പണ്ട് അത് കാര്യമൊന്നുമില്ല. ഈ ദൂരദർശനിലെ ആദ്യത്തെ ഒരു ഫുൾ ലെന്ത് മലയാള സീരിയൽ ഞാൻ എഴുതിയത് കൈരളി വിലാസൻ ലോഡ്ജ് എന്ന ഫുൾ ലെന്ത് കോമഡി ആയിരുന്നു. അപ്പൊ അത് ഇന്നിപ്പോ നമ്മൾ അറിയുന്ന എല്ലാ നടന്മാരും ഒന്ന് ചെറുപ്പക്കാരായിരുന്നു. അവരതിനകത്ത് അഭിനയിച്ച് നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്തത്. വേണു വരുന്ന അതിനകത്തെ പ്രധാന ആക്ടർ. പിന്നെ ഒത്തിരി പേര് മരിച്ചുപോയി. നമ്മുടെ മുരളി, അങ്ങനെ എല്ലാവരും പോയി. അപ്പൊ ഞങ്ങളവിടെ ഞാനും മോൻകുട്ടൻ എന്ന് പറയുന്ന കാവാലത്തിന്റെ ഞങ്ങൾ കാരണം എഴുതാൻ ക്വയറ്റ്നെസ് തേടിയാണ് ഞങ്ങൾ ഈ ഹരിദ്വാറിൽ പോകുന്നത്. പിന്നെ ഈ ഗംഗ ഇറങ്ങി കുളിക്കുക. അപ്പൊ ഇവിടെ ഇടയ്ക്ക് ശവം ഒഴുകി വരും, അത് വരും, അതൊക്കെ തട്ടി കളച്ചിട്ട് കുളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ യഥാർത്ഥ സംഭവം. ബട്ട് ഇറ്റ്സ് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. നമുക്ക് അന്ന് ഹരിദ്വാറൊക്കെ വളരെ പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ഇന്ന് ഹരിദ്വാറൊക്കെ ഒന്നും ഹരിദ്വാർ ഭയങ്കര ക്രൗഡാ. ഈ തീർത്ഥാടകരുടെ ഒരു വല്ലാത്ത തരം തീർത്ഥാടകരുടെ, അന്നും തീർത്ഥാടകരൊക്കെ വരും, ശബ്ദം വെക്കുന്ന തീർത്ഥാടകരുടെ ബഹളമായിരുന്നു. ഇതാണ് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയ ഒന്ന്, സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീരിയലിന് വേണ്ടി എഴുതുക, കോമഡി ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അത് ആ ഒരു ട്രാജക്ടറി ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ വേറെ രീതിയിലുള്ള സക്രിയ മലയാളി ഇല്ലില്ല. അതായിട്ട് നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യേ. അത് നമ്മുടെ ഇതല്ല. നമ്മുടെ തട്ടകത്തെ കളിക്കാവുള്ളൂ. ഇതാണ് സിനിമ. എൻ്റെ തട്ടകമല്ല. യാതൊരു കാരണവശാലും നമ്മൾ അതിനകത്ത് കയറി കളിക്കില്ല. പക്ഷെ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ ക്രാഫ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നത്, സ്വയം ചലഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഓർമ്മയിൽ തെഹൽക്കയിൽ ഒരു പോൺ സ്റ്റോറി എറോട്ടിക്സ് സ്റ്റോറി എഴുതി. അതിനൊരു വിമർശനം വരികയും അപ്പൊ അന്ന് പറഞ്ഞു കേട്ടൊരു മറുപടി ഇതായിരുന്നു. ഞാൻ കേട്ടുള്ള മറുപടി ഇത്, സാറൊന്ന് ആരോടും പറയരുത്, ഞാൻ എന്റെ ക്രാഫ്റ്റിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി എഴുതുകയാണെന്ന് മാധവിക്കുട്ടൻ സാറിനോട് പറഞ്ഞതായിട്ട്. ഈ ക്രാഫ്റ്റിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ പറ്റി ഒന്ന് പറയുമോ? ഇല്ല, അത് നമ്മൾ ക്രാഫ്റ്റിനെ മാത്രമല്ല, നമ്മുടെ ഭാഷ ചലഞ്ച് ചെയ്യാം. ഭാഷ ഈസ് ദി പ്രൈമറി ചലഞ്ച്. എറോട്ടിക് സ്റ്റോറി എന്നോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതൊരു ചാലഞ്ച് ആയിരുന്നു. ഷോമ ചൗധരി, നമ്മുടെ തേജ്പാലാണ് എഡിറ്റർ. ഷോമ രണ്ടുപേരും എൻ്റെ ഡിയർ ഫ്രണ്ട്സാണ് ഇന്ത്യ ടുഡേ കാലത്ത് തൊട്ട്. അപ്പം ഞാൻ അവർ കോളം എഴുതുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ കേൾക്കാതില്ല നല്ല ഒരു രസമുള്ള കോളമായിരുന്നു കേരളത്തിൻ്റെ ഇതിനെ പറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഷോമ എന്നോട് ചോദിച്ചു, പോളെ നിനക്കൊരു ഒരു പോർണോഗ്രാഫി സ്റ്റോറി എഴുതി പോളെ, ഒരു എറോട്ടിക് സ്റ്റോറി. പോർണോഗ്രാഫി എന്നുള്ള വാക്കല്ല. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുക. പക്ഷേ ഒരു പക്ഷേ ഞാൻ ഇംഗ്ലീഷിലെ ആദ്യത്തെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. അതിനുശേഷം പിന്നെ അത് നോ മാർക്കറ്റ്. എറോട്ടിക് സ്റ്റോറീസിനൊന്നും ഒരു മാർക്കറ്റും ഇല്ല. പക്ഷെ മലയാളത്തിൽ കൃത്യമായിട്ടൊരു ശ്രേണിയില്ല. ഈ കുറച്ച് ബുദ്ധിജീവി സാഹിത്യം എഴുതുന്നതിനും ഈ പോപ്പുലർ ഫിക്ഷൻ എഴുതുന്നതും ഇറോട്ടിക് സാധനങ്ങൾ എഴുതുന്നതും സത്യത്തിൽ ഈ ഒരു ഹൈറാർക്കി. എറോട്ടിക് സാധനം അന്ന് അത് വലിയൊരു എന്തോ ഒരു പുതുമയും അത്ഭുതമായിരുന്ന കാലഘട്ടത്തിലൊക്കെയാണ് പമ്മനും ഞങ്ങളുടെ ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് പിന്നെ പുളിക്കടവിലെ സുന്ദരി എന്നൊക്കെ പറഞ്ഞ അത്ഭുത നോവലുകൾ ഉണ്ടായിരുന്നു. അത് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നൊരു അത്ഭുതകരമായ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു വലിയ റൈറ്ററായിരുന്നു. അനുജൻ തിരുവാങ്കുളം എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളുടെയൊക്കെ വിൽപ്പന എന്ന് പറഞ്ഞാൽ അക്കാലത്ത് 10,000-10,000 കോപ്പിയാണ്. 50 പൈസ, 1 രൂപയ്ക്കാണ് അന്ന് വില. അതും വലിയ വിലയാണ്. അപ്പം അത് ഒരു കാലഘട്ടത്തിൽ വന്നു. പിന്നെ ഈ പതുക്കെ ഇതൊരു അത്ഭുത സംഭവം അല്ലാതായി തീർന്നു. ഇന്നിപ്പം
പിന്നെ ഇന്റർനെറ്റിന്റെ കാലത്ത് പോർണോഗ്രാഫി ഈസ് റൂട്ടീൻ, ഇത് ലെസ് ദാൻ റൂട്ടീൻ. നോബഡി ഈവൻ ആരോ നോക്കാൻ പോലും പോകാത്ത രീതിയിൽ അത് റൂട്ടീനായി. അപ്പോൾ ഇതെല്ലാം കാലത്തിന്റെ അവൈലബിലിറ്റി ഈസ് ദ പ്രൈമറി തിങ്. സംതിങ് ഈസ് നോട്ട് അവൈലബിൾ ദെൻ ഇറ്റ് ബിക്കംസ് എ റയറിറ്റി. എല്ലാവരും ഓടിക്കൂടുന്നു. ദ മോമെന്റ് ഇറ്റ് ഈസ് അവൈലബിൾ. അപ്പം മദ്യനിരോധനം പോലെ മദ്യം നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യാജമദ്യത്തിന്റെ ഒഴുക്കില്ല, കാരണം ഇല്ല. അതുകൊണ്ട് യു ക്രിയേറ്റ് ഇതിലേക്ക് പോകില്ല. അത് തന്നെയാണ് ഈ സെക്സ് സംബന്ധിച്ച റൈറ്റിങ്ങിന്റെ ഇത്. നൗ ഇറ്റ്സ് എ ഫ്രീ വേൾഡ്, ക്യാൻ ഡു എനിത്തിങ്, റൈറ്റ് എനിത്തിങ്. മലയാളത്തിൽ ഈ പുതിയ ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥകളും ഇപ്പം സാറിന്റെ ഒക്കെ ഓഡിയൻസ് അന്നത്തെ കാലത്ത് സാറിന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സാറിന്റെ ഓഡിയൻസ് ആണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു 20 വയസ്സുകളിലോ അല്ലെങ്കിൽ 30 വയസ്സുകളിലോ ഉള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിക്ഷൻ കഥകൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ധാരാളം ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വരുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് ബ്ലോഗ് റൈറ്റേഴ്സും അല്ലാത്തവരും, അവരൊക്കെ കൃത്യമായിട്ട് ആ ചെറുപ്പക്കാരെ ഡയറക്റ്റായിട്ട് പിന്നെ എൻഗേജ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ പല പുസ്തകങ്ങളും ഇപ്പം എനിക്ക് തോന്നുന്നത് രാജശ്രീയുടെ ഒക്കെ ബുക്കൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം സോഷ്യൽ മീഡിയയിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അതായതിൻ്റെ ഒരു സംഭവം. ഇപ്പോഴും ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ഗുഡ് മാർക്കറ്റ് ഫോർ യുവർ സെൽഫ്, നമ്മൾ പിള്ളേരെ ചെറുപ്പക്കാരായ ഈ വായനക്കാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ ദ സോഷ്യൽ മീഡിയ. ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ മടികൊണ്ട് പക്ഷേ അതിൽ മറ്റൊരു ചോദ്യം, ഈ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ജെൻസി പിള്ളേരുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം കാലത്ത് സക്രയുടെ റോൾ എന്താണെന്നുള്ളത്. ഏതിന് ജെൻസി പിള്ളേരുടെ കാലത്ത് സക്രയുടെ റോൾ എന്താണ്? സക്രയെ കൊണ്ട് ആക്ച്വലി നത്തിങ് മച്ച് റിയലി സ്പീക്കിംഗ്. അങ്ങനെ ഒരു പ്രയോജനമൊന്നുമില്ല എനിക്ക്. എന്നോടാണ് എൻ്റെ അടിസ്ഥാന പ്രയോജനം. ബാക്കി ഇത് ഇറ്റ്സ് എ കരിയർ. അത്രയേ ഉള്ളൂ. അപ്പം ബുദ്ധികളെ കൊണ്ട്, പക്ഷെ നമ്മൾ പ്രൈമറിലി യു ആർ റെസ്പോൺസിബിൾ ടു ദ സൊസൈറ്റി. അതാണ്, ആ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യുന്ന ആ സാധനം. അറ്റ്ലീസ്റ്റ് സമൂഹത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ചെയ്യരുത്, സമൂഹത്തോട് നുണ പറയരുത്. സമൂഹത്തിന് ഈ പറഞ്ഞ പോലെയുള്ള മതമൗലികവാദം അടക്കമുള്ള വൃത്തികെട്ട സാധനങ്ങൾക്ക് നമ്മളൊരു മാതൃകയായി തീരരുത്. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു. ക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം, സക്രിയെ പോലെ എങ്ങനെ എഴുതാം? അതിനൊരു സയൻസ് ഉണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? എല്ലാ ദിവസവും ഉള്ള എഴുത്താണോ? എന്നെപ്പോലെ എഴുതാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ്. കാരണം ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഭാഷയായിട്ടുള്ള എൻ്റെ വായനയുടെ ചരിത്രത്തിൽ നിന്നാണ് എൻ്റെ ഭാഷ ഉണ്ടായത്. ആ വായന കിട്ടിയിട്ടുള്ളവർക്ക് എന്നെ പോലെ എഴുതാൻ പറ്റുമോ? ഏത് മലയാളത്തിലും ഇംഗ്ലീഷും ഉള്ള വായന, പ്രത്യേകിച്ച് ഇംഗ്ലീഷുള്ള വായന. അപ്പോൾ അത് പിന്നെ ആ രീതിയിൽ നോ സച്ച് തിങ്. ബട്ട് ഞാനിപ്പോൾ എത്രയോ പേരെ ബോധപൂർവവും അബോധവുമായിട്ട് ഇപ്പോൾ ഹെമിംഗ്വേ പോലെയുള്ളവരെ ഒക്കെ നമ്മൾ അവരെ അനുകരിക്കും, ബഷീറിനെ അനുകരിക്കും. ദെൻ യു ഇവോൾവ് ദാറ്റ് സ്റ്റൈൽ. നമ്മൾ മോഷ്ടിക്കുകയല്ല, ബട്ട് വെൻ യു സ്റ്റാർട്ട് റൈറ്റിംഗ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കഥ എഴുതുന്ന ബഷീറിൻ്റെ ഒരു പ്രത്യേക ബഷീറിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ ഹെമിംഗ്വേയുടെ ഒരു കഥ എൻ്റെ മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ആ സമീപനവും അന്തരീക്ഷവും കാണും. സോ അത് ദെൻ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് യു. അതുകൊണ്ട് അതാണ് എൻ്റെ ക്രക്സ്. ഞാനായിട്ട് എഴുതുന്നതിൻ്റെ എൻ്റെ വായനയുടെ ചരിത്രമാണ് എൻ്റെ എഴുത്ത്. ജോലിക്കിടയിലും എഴുതുന്നത്. അപ്പൊ അതിനൊരു ഒരു നിശ്ചിതമായിട്ട് സമയക്രമോ അല്ലെങ്കിൽ ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഐ റൈറ്റ് ലൈക്ക് വളരെ റിച്വലിസ്റ്റിക് റിലീജിയസ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഞാൻ കാലത്തെ ഒരു 5:30-6 മണിക്ക് എഴുതാൻ തുടങ്ങി. ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എഴുതാൻ കഴിഞ്ഞാൽ ഇരിക്കും. ഉച്ച ഒരു 1:30 മണി വരെ എഴുതും. കുറച്ച് ഭക്ഷണം കഴിക്കും. ഞാൻ അലാറം വെച്ചിട്ട് 40 മിനിറ്റ് ഉറങ്ങും. ഗെറ്റ് ബാക്ക് ടു റൈറ്റിംഗ്. വൈകുന്നേരം നടക്കാൻ പോകും. പകൽ സമയം മുഴുവനും വൈകുന്നേരം ഒരു 7:30-8 മണി വരെ. പിന്നെ ഞാൻ എഴുതുകയല്ല. യു ഹാവ് ടു വർക്ക് വെരി ഹാർഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയല്ല. പോൾ സക്കറിയ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ ഈ റിബല്യണോ ഒക്കെ ഫോളോ ചെയ്യും. അവിടെയോ? അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാൾ ഇത് തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ ഈ റിബല്യന്റെ ഒക്കെ ഒരു ഓപ്പറേറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ കേട്ടത്. ഐ വിൽ ബി വെൽക്കം.